ശ്രീമതി ഉഷാദേവി, 2 വട്ടം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തെഴുതിയും ഇപ്പോൾ വി.ഡി. സതീശന് കത്തെഴുതിയും PM സുധീരൻ എന്ന നേതാവ് മഹേശന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പ്രത്യേക അന്വേഷണം വേണം എന്ന ആവശ്യം ഉന്നയിക്കുകയാണ്. കുടുംബവും ഇടപെട്ട ശേഷമാണ് കോടതിയുടെ ഇടപെടലോടുകൂടി ഒരു അന്വേഷണം നടന്നത്. അതിൽ നിങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്താണ് ഈ കാര്യത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തുന്നതിൽ സർക്കാരിന് മുന്നിൽ തടസ്സമായിട്ടുള്ളതെന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ 2020 ജൂൺ 24 KK മഹേശൻ അന്തരിക്കുകയാണ്. അന്തരിച്ചതല്ല, കൊന്നെന്ന് തന്നെ ഞാൻ പറയുന്നു. ഇപ്പോൾ 6 വർഷം നാളെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ 6ാമത് ഓർമ്മയാണ്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ഇതിൻ്റെ മുന്നിൽ പോകുന്നതിന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞതുപോലെ 2 തവണ 3 തവണ കൊടുത്തു. 2 തവണ നമ്മൾ പരാതി കൊടുത്തു. അത് കിട്ടിയെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചു. അതിനുശേഷം 3ാമത് കൊടുത്തിട്ട് ഒരു വിവരവും ഇല്ല. പിന്നെ അന്ന് ഇതുപോലെ തന്നെ സുധീരൻ സാറ് നമ്മളുടെ വീട് സന്ദർശിക്കുകയും നമ്മോടൊപ്പം നിന്ന് ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നമ്മളന്ന് 2 തവണ പരാതി കൊടുത്തത്. പക്ഷേ ഇപ്പോൾ 6 വർഷം പിന്നിടുമ്പോഴും ഒരു അന്വേഷണവും നടന്നിട്ടില്ല. ഇപ്പോൾ പുതിയ സർക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു പ്രതീക്ഷയാണ്. വീണ്ടും സുധീരൻ സാറുമായിട്ട് നമ്മൾ കാണുകയും അദ്ദേഹത്തിനോട് ഞങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും ഒക്കെ നമ്മൾ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 6 വർഷവും കിട്ടാത്ത ഒരു നീതി ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ ഈ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ 100% ആ ഒരു അന്വേഷണം ഉണ്ടാകും, ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കും എന്ന് തന്നെ നമ്മൾ കരുതിയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി 6 വർഷവും എന്താണ് നടന്നത് എന്ന് ചോദിച്ചാൽ പറയൂ. ഹലോ, എന്താണ് നടന്നതെന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളി തന്നെ കാരണം പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാം വെള്ളാപ്പള്ളി പറയുന്ന പോലെ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഈ കേസിന് എന്തോരം തെളിവുകളുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ ആ യൂണിയൻ ഓഫീസിൽ നിന്ന് എടുത്ത തെളിവുകൾ ഉൾപ്പെടെ ധാരാളം തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലുണ്ട്. പക്ഷെ അതെല്ലാം അടുക്കി ഫയലാക്കി വെച്ചിട്ട് അവർ കേസ് നീട്ടി കൊണ്ടുപോകുന്നു. വെള്ളാപ്പള്ളിയിലേക്ക് അന്വേഷിക്കാനല്ല പോകുന്നത്. KK മഹേശൻ്റെ വീടും പരിസരവും അവൻ്റെ ഉപ്പ് ചിരട്ടവരെ അന്വേഷിച്ച് നിരത്തി കണ്ടുപിടിച്ചിട്ട് അവരെന്താ കണ്ടെത്തിയത് ഇതുവരെ? ഞങ്ങൾ ഈ 6 വർഷവും കോടതി കയറി ഇറങ്ങി നടക്കുന്നു. അവസാനം ഈ ഇലക്ഷന് 2 ആഴ്ച മുമ്പ്, അതുവരെയും നമ്മൾ കോടതി നിരീക്ഷണത്തിൽ നമ്മുടെ ഒരു അന്വേഷണം വേണം എന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ആദ്യമെല്ലാം നമുക്കൊരു അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് എടുത്തത്. ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ആ ജഡ്ജ് കേസുകൾ നിരന്തരം ചില ദിവസം മാസത്തിൽ 2 തവണ വിളിച്ചിരുന്നു, ആഴ്ചയിൽ 2 തവണ വിളിച്ച ദിവസങ്ങൾ വരെയുണ്ട്. അപ്പോഴെല്ലാം ഒന്നുകിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരാകത്തില്ല, റിപ്പോർട്ട് റെഡിയാകത്തില്ല, അല്ലെങ്കിൽ അവിടെ ആളില്ല, അല്ലെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറിപ്പോയി എന്നിങ്ങനെയുള്ള മുടന്തൻ ന്യായങ്ങളുമായിട്ട് അവസാനം ഒരു ദിവസം തന്നെ 2 തവണ കേസ് വിളിച്ചു. അപ്പോഴാണ് ഇലക്ഷൻ 2 ആഴ്ച മുമ്പാണ് കോടതി തകിടം പറഞ്ഞു. കോടതിയുടെ നിരീക്ഷണത്തിൽ എൻ്റെ ആവശ്യമില്ല, പകരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുന്നുണ്ട്, അത് പോരെ എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്കത് പോരാ. കാരണം ഈ 6 വർഷമായിട്ട് ഇവർ അന്വേഷിച്ചിട്ട് എന്താ കിട്ടിയത്? ഒരുമില്ല. അവർ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ വീടുകളിൽ പോവുകയോ അവിടുത്തെ ഒരു മൊഴിയെടുക്കുകയോ ചെയ്തതായിട്ട് നമുക്കറിയില്ല. അവരെടുക്കേണ്ട അവരുടെ കയ്യിലിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്കൊരു നീതി നടപ്പാക്കാമായിരുന്നല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.